ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വരികയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയിലെ മേക്കിംഗ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മേജർ ചാർട്ടുകളെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ചാർട്ടർ ആക്ട് വരെ കഴിഞ്ഞു. ഇനി അടുത്തത് ഈ പറയുന്ന ആക്റ്റാണ്. സോ ഇതിൻ്റെ സാഹചര്യം, ഇത് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഉണ്ടാവാനുള്ള സാഹചര്യം എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയും പൊളിറ്റിയൊക്കെ പഠിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവം 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അഥവാ ശിപ്പായി ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കലാപം. അതിനുശേഷം ആ വിപ്ലവത്തിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത്രയും നാൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ, അതിൻ്റെ മോശം വശങ്ങളിൽ ജനങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണെന്നും അവരതിനോട് റിയാക്ട് ചെയ്ത് തുടങ്ങിയെന്നും ബ്രിട്ടീഷിന്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗണിനോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിനോ ഒക്കെ മനസ്സിലായി. പോകെ അവർക്കൊരു കാര്യം പിടികിട്ടി, ഇനി ഇങ്ങനെ ഭരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇന്ത്യക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടും തൽക്കാലം ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ടും ആക്ട് ഓഫ് ഗുഡ് ഗവേണൻസ് എന്ന പേരിൽ നമ്മുടെ മുന്നോട്ട് വെച്ചൊരു ആക്റ്റാണ് ഈ പറയുന്ന GOI, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ആക്ട് ഫോർ ഗുഡ് ഗവേണൻസ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തോ വലിയ കാര്യമാണെന്ന്, നമ്മളോട് എന്തോ ഭയങ്കര ഉത്തരവാദിത്തമുള്ള, നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഭരണമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ബ്രിട്ടീഷ് ക്രൗൺ എങ്ങനെയാണോ കമ്പനി ഭരിച്ചിരുന്നത്, ഇപ്പം ഭരിക്കാൻ കമ്പനി ഇല്ല. തൽക്കാലം ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്യാണ്. ഭരണം നേരിട്ട് ബ്രിട്ടീഷ് ക്രൗണിലേക്ക് കൈമാറപ്പെടുകയാണ്. ഓക്കെ. ആക്ടിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂള് അബോളിഷ് ചെയ്തു. പിന്നെ ബ്രിട്ടീഷ് ക്രൗൺ ഡയറക്റ്റ് കൺട്രോളിലേക്ക് വരികയാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമുണ്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ ഫോം ചെയ്ത ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ഡബിൾ ഗവൺമെൻറ് സിസ്റ്റം രൂപീകരിച്ചതൊക്കെ നമ്മൾ പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞു. കമ്പനിയെ നിലനിർത്താൻ വേണ്ടിയിട്ടും കമ്പനിയുടെ റവന്യൂയുടെ മേലൊരു കണ്ണ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രണ്ട് ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നൊരു ബോഡി ഫോം ചെയ്തത്. അപ്പോൾ കമ്പനി ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഡബിൾ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാണ് ബോർഡ് ഓഫ് കൺട്രോൾ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന രണ്ട് സിസ്റ്റം, ഇന്നീ പറയുന്ന രണ്ട് ബോഡി രൂപീകരിച്ചത് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെയാണ്. അത് അവസാനിപ്പിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എക്സാമിന് കണ്ടു കഴിഞ്ഞു. ഇത് ട്രൂ ഓർ ഫോൾസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിന് പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നും. പക്ഷെ ആക്ച്വലി ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാര്യം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ബോഡി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ. കമ്പനിയുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് നേരത്തെ ഉണ്ട്. അത് പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ അല്ല ഫോം ചെയ്തു, മറിച്ച് പൊളിറ്റിക്കൽ ഫങ്ഷൻസും അതേപോലെ കൊമേഴ്ഷ്യൽ ഫങ്ഷൻസും സെപ്പറേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അത് പറയുന്നത് ശ്രദ്ധിക്കുക, ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ഫോം ചെയ്തത് പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെയാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. മറിച്ച് പൊളിറ്റിക്കൽ ഫങ്ഷൻസും കൊമേഴ്ഷ്യൽ ഫങ്ഷൻസും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടത് പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെയാണ്. അത് അവസാനിച്ചത് ഈ പറയുന്ന 58 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. ഓക്കെ. അപ്പോൾ ബോർഡ് ഓഫ് കൺട്രോൾ ഇല്ല. ഈ ബോർഡ് ഓഫ് കൺട്രോളിനാണ് നേരത്തെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇന്ത്യയിലെ നിയമത്തിനെ പറ്റി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പോസ്റ്റ് ഇല്ല. നമുക്കിനി ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ, ബ്രിട്ടീഷുകാരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു ഗവർണർ ജനറൽ. ഇനി മുതൽ അയാളില്ല. വൈസ്രോയ് എന്ന് പറയുന്നൊരു പോസ്റ്റാണ്. ഓക്കെ. ഈ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് കമ്പനി റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. വൈസ്രോയ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ ഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെ പറ്റി ഇന്ത്യയിലുള്ള ആള്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെ പറ്റി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആള് ആരോടാണോ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വൈസ്രോയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഡെസിഗ്നേഷനിൽ മാത്രമേ ഒരു ചേഞ്ച് വരുന്നുള്ളൂ, ആള് സെയിം തന്നെയാണ്. അങ്ങനെ ആയ ആദ്യത്തെ വ്യക്തിയാണ് ലോർഡ് കാനിങ് എന്ന് പറയുന്ന ആള്. ഇനി അത് ഇന്ത്യയിലുള്ള ആളാണ് വൈസ്രോയ്. ഇനി ബ്രിട്ടനിൽ ഇന്ത്യയിലെ കാര്യങ്ങൾ ഭരിക്കാൻ വേണ്ടിയിട്ടും ഈ വൈസ്രോയ്ക്ക് തൻ്റെ മേലെയുള്ള ഒരാളെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇയാൾ ചില്ലറക്കാരനല്ല. അതിലേക്ക് വരാം. പിന്നെ നേരത്തെ പറഞ്ഞു റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആണ്. എന്താണ് ഈ റെസ്പോൺസിബിൾ ഗവൺമെൻറ്? അവർ നമ്മളോടാണ് റെസ്പോൺസിബിൾ. അവർ ഇന്ത്യയിലുള്ള ജനങ്ങളോടും അല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, അവർ ബ്രിട്ടീഷ് ക്രൗണിനോടാണ് റെസ്പോൺസിബിൾ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ബ്രിട്ടീഷ് ക്രൗണിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി, ഇവിടുത്തെ ജനങ്ങളോടല്ല.
നേരത്തെ പറഞ്ഞു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ടെന്ന്. അയാൾ ചില്ലറക്കാരനല്ല, ബ്രിട്ടീഷ് ക്യാബിനറ്റ് അംഗമാണ്. അതായത് അവിടുത്തെ ഒരു മന്ത്രിയാണ്. അപ്പോൾ ആ പാർലമെന്റിൽ അവിടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇരിക്കുന്ന ഒരു മന്ത്രിയാണ് ഈ പറയുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ഇയാൾക്കാണ് നമ്മുടെ വൈസ്രോയ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ബ്രിട്ടനിലിരുന്ന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അയാളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 15 അംഗ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഇന്ത്യൻ അഫെയറിൻ്റെ മൊത്തത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു സുപ്രീം അതോറിറ്റിയാണ് അയാൾ. വൈസ്രോയ് ഇവിടെ ഇരുന്ന് ഭരിക്കും. വൈസ്രോയ് റിപ്പോർട്ട് ചെയ്യുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യക്കാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോയിന്റിലൊക്കെ ശ്രദ്ധിക്കുക. റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞു, ഇതിൽ എവിടെയെങ്കിലും ഒരു ഇന്ത്യക്കാരുണ്ടോ? ഇല്ല. ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് വൈസ്രോയ്ക്ക് റിപ്പോർട്ട് ചെയ്യും. വൈസ്രോയ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷുകാരനാണ്, അയാൾ ഇന്ത്യയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. വൈസ്രോയ് പോയിട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യക്ക് റിപ്പോർട്ട് ചെയ്യും. അയാൾ ബ്രിട്ടനിൽ തന്നെ ഇരിക്കുന്ന ഒരു ബ്രിട്ടീഷ് ക്യാബിനറ്റ് മെമ്പറാണ്. ഈ പുള്ളിക്കാരൻ, ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ബ്രിട്ടീഷ് പാർലമെന്റിനും പാർലമെന്റ് ബ്രിട്ടീഷ് ക്രൗണിനും ഇവിടുത്തെ അഫെയറിനെ പറ്റി, ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് റിപ്പോർട്ട് ചെയ്യും. ഇതിലെവിടെയെങ്കിലും ഇന്ത്യക്കാരുണ്ടോ? ഇല്ല. അപ്പോൾ ആക്ട് ഫോർ ഗുഡ് ഗവേണൻസ്, നിങ്ങളുടെ നല്ല ഭരണത്തിന് വേണ്ടിയിട്ടുള്ള പേര് എന്നൊക്കെ പേരിട്ട് വിളിച്ചത് നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും വലിയ വിപ്ലവമൊക്കെ ഉണ്ടായിരിക്കുകയല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒതുക്കിയിരുത്താൻ വേണ്ടിയിട്ടും തൽക്കാലത്തേക്ക് അടപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഒരു ഉടായിപ്പ് നിയമം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. വെറും സ്റ്റണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ വൈസ്രോയുടെ റോള് ഞാൻ പറഞ്ഞു. ബ്രിട്ടീഷ് ക്രൗണിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ് പുള്ളി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ലോർഡ് കാനിങ് ആണ് ആദ്യത്തെ വൈസ്രോയ്. അപ്പോൾ ആക്ടിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഡയറക്റ്റ് ബ്രിട്ടീഷ് റൂളിന് കീഴിൽ ഇന്ത്യ വരികയാണ്. നമുക്കൊരു ചക്രവർത്തിനുണ്ട് ഇപ്പോൾ, വിക്ടോറിയ മഹാറാണി. വിക്ടോറിയയുടെ ഡിക്ലറേഷൻ എന്നൊക്കെ ഈ ആക്ടിനെ വിളിക്കാറുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നു. പിന്നെ എന്താണ്? ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്. ഇത്രയും നാൾ നടന്ന അല്ലെങ്കിൽ ഇത്രയും നാൾ പാസ്സാക്കിയ ആക്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിനെ റെഗുലേറ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എല്ലാ ആക്ടുകളും പാസ്സാക്കപ്പെട്ടിരുന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് വരുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യയിലെ ഭരണത്തിനെ പറ്റിയും ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലൊക്കെ ഫോം ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ആ കൗൺസിലിനകത്ത് മാറ്റങ്ങൾ വരുത്തതും കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായ ചേഞ്ചസ് വരുന്നതും ഇനിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഈ പറയുന്ന 1858 ആക്ട് അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ്. ഇത്തരം കുറച്ച് പോയിന്റ്സ് മാത്രം ഓർത്തിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ബേസിക്കലി എന്താണ്, ഈ ആക്ടിലൂടെ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നു. എങ്ങനെയാണോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചത് അതേപോലെ തന്നെ ഇപ്പോൾ ഡയറക്റ്റ് ബ്രിട്ടീഷ് ഭരിക്കുന്നതേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇന്ത്യക്കാർക്കൊന്നും പ്രത്യേകിച്ച് റോളില്ല. റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് അവർ വിളിച്ചത്, അവർ റെസ്പോൺസിബിൾ ടു ബ്രിട്ടീഷ് ക്രൗൺ, അത്രേ ഉള്ളൂ. ഇവിടുത്തെ ഒഫീഷ്യൽസ് ദേ ആർ റെസ്പോൺസിബിൾ ടു ബ്രിട്ടീഷ് ക്രൗൺ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ചെറിയ പോയിന്റ്സ് ഓർത്തിരിക്കുക. വീഡിയോ കാണുക. പിന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയുക. താങ്ക് യു.